അലക്സേ, ഈ റൂം ആര് തുറന്നു? ഹോട്ടലിലെ ഡ്യൂപ്ലിക്കേറ്റ് ക്യൂ ഉപയോഗിച്ച് ഞാനാണ് തുറന്നത്. രാവിലെ ടെലിഫോൺ ചെയ്തിട്ടും ബെല്ലടിച്ചിട്ടും റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ട് ഹോട്ടലുകാർ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. ശരി. എഫ്ഐആർ എന്തിയേ? എഫ്ഐആർ കൊണ്ടുവരൂ. ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന എല്ലാവരുടെയും പേരും അഡ്രസ്സും കളക്ട് ചെയ്ത് വെക്കണം. സർ. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആരും പോലീസിന്റെ സമ്മതം കൂടാതെ സ്ഥലം വിടരുത്. അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സർ. ചോദ്യം ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. സർ, ആ റൂമിലിരിക്കാം സർ. താങ്ക് യു. ആ കുമാരപുരത്ത് ഔസേപ്പച്ചൻ എങ്ങനെ ഇവിടെ വന്നു? അയാളാണ് സർ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. അത് ശരി. അയാൾക്ക് ഇപ്പൊ പടം പിടുത്തമുണ്ടോ? അയാളെ ഒന്ന് വിളിച്ചേ. സർ. എന്താടോ ഈ പെണ്ണ് കെട്ടിത്തൂങ്ങിച്ചാകാൻ കാരണം? ഒന്നും പറയാറായിട്ടില്ല സർ. ഇതിൽ ഔസേപ്പച്ചൻ ആരാ? ഔസേപ്പച്ചൻ ഞാനാ. ആ, സാറ് പറഞ്ഞ അകത്തേക്ക് വരാൻ. ചെല്ല്. ഓ, നമസ്കാരം. ആ, ഇരിക്കേ. പാവി ചെല്ലുന്നിടം പാതാളം എന്നൊരു ചൊല്ലുണ്ട്. ഉണ്ട്. തന്റെ കാര്യത്തിൽ അത് ശരിയാണല്ലോടോ ഔസേപ്പച്ച? അയ്യോ, ആ, വാ 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 ഇരിക്കേ. ഒരെണ്ണം കഴിഞ്ഞ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുമ്പോ ഇതേ റെഡിയായിരിക്കുന്നു അടുത്തത്. ഇതെന്താ ഔസേപ്പച്ച ഇങ്ങനെ? എന്റെ പൊന്ന് സാറേ, എനിക്കൊന്നും അറിഞ്ഞൂടായി. പാലം പണിയും ചാരായ കച്ചവടവുമായി നടന്ന താനെങ്ങനാടോ സിനിമ പിടിക്കാൻ ഇറങ്ങിയത്? ഒരബദ്ധം പറ്റിയതാന്നേ. തന്റെ മരുമകൻ ജോണിക്കുട്ടി ഇപ്പോഴെവിടെ ഉണ്ട്? പരോളിലാന്നേ. മകനോ? വീട്ടിലുണ്ടേ. അവനാ ഇപ്പം നാട്ടിലെ ബിസിനസ് ഒക്കെ നോക്കുന്നത്. ഓമന കൊലക്കേസിൽ ശിക്ഷ കിട്ടാതെ താനും ഇയാളും രക്ഷപ്പെട്ടു അല്ലേ? കർത്താവിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അതോ CBIക്കാർക്കും താൻ? കർത്താവിനാളില്ലേ ഒരു ചില്ലിക്കാശ് പോലും. എന്നോട് പറയാതെയോ സമ്മതം വാങ്ങാതെയോ താനും തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒറ്റയാളും ഇവിടെ വിട്ട് പോയേക്കരുത്. ഇല്ലേ? തൊഴുത് മതി, കൈയെടുക്ക. അലക്സേ. സർ. പ്രേതം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കൂ. ആ മുറിയിലുള്ള അവളുടെ സാധനങ്ങൾ മുഴുവൻ മാസ്റ്റർ എഴുതി കസ്റ്റഡിയിൽ എടുക്കണം. സർ. സാർ, ഫിലിം ന്യൂസിന്റെ എഡിറ്റർ കുറുപ്പും അതിന്റെ കറസ്പോണ്ടന്റ് കുമാറും വന്നിട്ടുണ്ട്. എവിടെയോ മാഗസിൻ? സർ. അവൾ എത്ര രൂപ തന്നോ ഈ തറ സാധനം മാഗസിനിൽ അടിക്കാൻ? അയ്യോ, ഒറ്റ പൈസ വാങ്ങിച്ചിട്ടില്ല സർ. പിന്നെ തന്നെ അങ്ങോട്ട് പൈസ കൊടുത്തോ? ഇല്ല സാർ, ഒന്നും കൊടുത്തില്ല. 4 കോപ്പി കൂടുതൽ ചിലവാകാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുമല്ലേ? സാറ് വിചാരിക്കുന്ന പോലെയല്ല സാർ, പത്രധർമ്മം അനുസരിച്ച്. പത്രധർമ്മം ഒറ്റ കീർ വെച്ചെന്നാണല്ലോ. മോന്തര ഷേപ്പ് മാറി ഞാൻ പറഞ്ഞേക്കാം. നീ ഒരുത്തം കാരണം ഞാൻ അന്നേ പറഞ്ഞത്. എന്താടോ ഒരു സ്വകാര്യം പറച്ചിൽ? സാർ, ഒന്നുമില്ല സാർ. ആരാടോ അവളുടെ അടുത്ത ഏരാ? മാറ്റർ കിട്ടിയിട്ടില്ല സർ. കള്ളം. സത്യം പറ, കിട്ടിയില്ലേ? കിട്ടിയിട്ടില്ല സർ. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തരാന്നാ അശ്വതി അവസാനം കണ്ടപ്പോ എന്നോട് പറഞ്ഞത്. മന്ത്രി ഭാർഗവനെ കുറിച്ചാണോ? ആയിരിക്കാം സർ. എന്നോട് അശ്വതി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ തന്നെ ഊഹിച്ചെടുത്താണോ? അല്ല, മന്ത്രിക്ക് അശ്വതിയുടെ വൈരാഗ്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ സർ. പ്രൊഡ്യൂസർ മോഹൻ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറ. സർ. ഈ ലേഖനം ഇറങ്ങിയ പിന്നെ വിശ്വം നിങ്ങളെ കാണാൻ വന്നിരുന്നോ, ഭീഷണിപ്പെടുത്തിയിരുന്നോ? ഇല്ല സാർ, ഇതുവരെ വന്നില്ല സാർ. അതെന്താടോ അങ്ങനെ? ഈ ലേഖനം അയാൾക്ക് കൊണ്ടെങ്കിൽ ന്യായമായും ആദ്യം അയാൾ നിങ്ങളെയല്ലേ കാണാൻ വരേണ്ടിയിരുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ സാർ. താൻ ഏതാടോ? ഇതാണ് പ്രൊഡ്യൂസർ മോഹൻ, അശ്വതിയെ കെട്ടാനിരുന്നയാളാ. ഓഹോ, കാമുകനാണല്ലേ. എന്ത് വേണം കാമുകന്? 2 ദിവസമായി ചോദ്യം ചെയ്യാൻ എന്നെ വിളിച്ചോണ്ട് വരുന്നു. ഇതുവരെ ഒരു അക്ഷരം എന്നോട് ചോദിച്ചിട്ടില്ല. സാർ, എനിക്ക് വേറെ ജോലിയുണ്ട്.
എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. താനിങ് വന്നേ. സൗകര്യമില്ലെങ്കിലോ? സൗകര്യപ്പെടണം സാർ. എനിക്ക് മദ്രാസിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. താ ഒരു മദ്രാസിലും പോണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. എന്റെ പടത്തിന്റെ റിലീസാണ് സാർ, പോയേ പറ്റൂ. എന്നാ താ മദ്രാസിൽ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. പ്രൊഡ്യൂസർ ആണെന്നും കാമുകനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അണ്ടർവെയറിട്ടൊന്ന് ലോക്കപ്പിൽ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ താൻ കാണും, താൻ ലോക്കപ്പിൽ കിടക്കുമ്പോ. സാർ സാർ ഇപ്പൊ പോയിക്കോ, വിളിക്കുമ്പോ വന്നോണം. മോൻ വരൂ. സത്യം വല്ലതും മറച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ അണ്ടർവെയറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എടോ, എന്താ അലക്സേ തന്റെ അഭിപ്രായം? ആ പെണ്ണ് തൂങ്ങിച്ചത്തത് തന്നെയല്ലേ? അവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ആ നടൻ വിശ്വത്തിനെ സംശയമുണ്ടോ? സംശയം ഇല്ലാതില്ല. പക്ഷേ തറപ്പിച്ചു പറയാൻ നമ്മുടെ പക്കൽ തെളിവുകളൊന്നുമില്ലല്ലോ. അയാളെ കൂടാതെ വേറെ ആരെങ്കിലും സംശയമുണ്ടോ? അത് ഉണ്ടെങ്കിൽ പറയടോ. അശ്വതി മരിച്ച ദിവസം മന്ത്രി ഭാർഗവനും അയാളുടെ സുഹൃത്ത് ഒരു തോമസും ആ ഹോട്ടലിൽ താമസം ഉണ്ടായിരുന്നു. ആര് പറഞ്ഞു? അവിടുത്തെ ഒരു വെയിറ്റർ. അവൻ അവരെ അവിടെ വെച്ച് കണ്ടെന്നു. അവൻ എവിടെ ഉണ്ട്? പുറത്തുണ്ട്. വിളിക്കേ. വരൂ. വള്ളി പുള്ളി വിടാതെ കൃത്യമായിട്ട് പറയണം. നീ എന്താ അവിടെ കണ്ടത്? പറയടാ. അന്ന് ഞാൻ ഭാർഗവൻ സാറിന്റെ മുറിയിൽ സോഡയും കൊണ്ടുവന്നപ്പോ ചെന്നപ്പോ ആ നടി അശ്വതി വന്ന ഇപ്പൊ റൂമിലുണ്ട് സാർ. ഇടുങ്ങാതെ ഓട്ടോയിൽ സാധനം കൊണ്ടുവാ. എന്നാലേ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് വരാം. ഞാൻ കൂടെ വരാം. വേണ്ട, താൻ ഇവിടെ ഇരി. എന്ത് വേണം? എനിക്കൊന്ന് നിന്നോട് സംസാരിക്കണം. ഇപ്പൊ സാധ്യമല്ല. കാരണം കുടിച്ച് നിങ്ങൾക്ക് വെളിവില്ലാത്തതുകൊണ്ട്. ആരെ കുറിച്ചാടി നിന്റെ അടുത്ത ലേഖനം? എന്നെ കുറിച്ചാണോ? ആയിരിക്കും. എന്നെ കുറിച്ച് നീ പത്രത്തിൽ എഴുതുമല്ലേ? എന്നാൽ എനിക്കതൊന്ന് കാണണം. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ഞാൻ കംപ്ലൈന്റ് ചെയ്യും. നീ കംപ്ലൈന്റ് ചെയ്യുമല്ലേ? എങ്കിൽ ചെയ്യണേ. Get out. തുറക്കണേ. കഥ തുറക്കാൻ. തുറക്കാനാ പറഞ്ഞത്. കഥ തുറക്കാൻ. തുറക്കില്ലല്ലേ? നിന്നെ ഞാൻ സാർ എന്തായി കാണിക്കുന്നേ? കാണിക്കുന്നതെന്ന് കാണിക്കുന്നത് അവളെ ഞാൻ വന്നേ. വിടറാ. നീ ഈ സംഭവം ഞങ്ങളോടല്ലാതെ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ. എന്താ പറയാത്തത്? എന്താണാ പറയാത്തത്? എന്നോട് ആരും ചോദിച്ചില്ല സാർ. ഇനി ആരെങ്കിലും ചോദിച്ചാ പറയോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മീശ ഞാൻ പോയി തീർക്കും. മനസ്സിലായോ? മനസ്സിലായി സാർ. പൊയ്ക്കോ. അലക്സേ, ഈ കേസിനെ സംബന്ധിച്ച് എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ അറിയാതെ മറ്റൊരാൾ അറിയരുത്. യെസ് സർ. ഭാർഗവൻ സാറിനുള്ള നന്ദിയും കടപ്പാടും അത്ര എളുപ്പം നമുക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ വരട്ടെ സർ. ശരി. അവൾ മരിച്ച ദിവസം ഞാൻ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നതുകൊണ്ടും അവളുമായി സംസാരിച്ചതുകൊണ്ടും അവളെ കൊന്ന് കെട്ടിത്തൂക്കിയത് ഞാനാണെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? ക്ഷമിക്കണം, സാറിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതേപടി ഞാൻ സാറിനോട് പറഞ്ഞെന്ന് മാത്രം. അല്ലാതെ സാറിനെ സംശയിക്കുന്നു എന്നൊന്നും എന്റെ വാക്കിൽ സൂചനയില്ല. പിന്നെ കിട്ടിയ തെളിവുകൾ വെച്ച് അത് ആത്മഹത്യ തന്നെയാണ്. പക്ഷേ അതിന് സ്ഥിരീകരണം കൊടുക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. കൂടാതെ ഈ കേസ് ഞാൻ തന്നെ ആയിരിക്കും അന്വേഷിച്ച് അവസാനിപ്പിക്കുക എന്നൊന്നും ഇപ്പോൾ പറയാനാവില്ല. ഒരു മർഡർ കേസിൽ സാർ ഇപ്പോൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ പ്രതിയാണ്. ആ കേസും ഈ പെണ്ണ് കാരണം തന്നെയാണ് ഉരുത്തിരിഞ്ഞത്. അത് തന്നെ ആ പെണ്ണിനോട് സാറിന് വൈരാഗ്യം തോന്നാനുള്ള കാരണമായി മറ്റുള്ളവർക്ക് തോന്നാം. പിന്നെ മറ്റ് എവിഡൻസ് കൂടി ആവുമ്പോൾ മോട്ടീവ് ഉണ്ടെന്നുള്ള കാര്യം ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും ബോധ്യമാവും. ഞാനിപ്പോ എന്ത് ചെയ്യണം? സാറോ സാറിന്റെ കൂട്ടുകാരനോ അന്ന് ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവും ഉണ്ടാകാൻ പാടില്ല.
സാർ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇത്രയും പറഞ്ഞത് തന്നെ സാറിനോടുള്ള നന്ദിയും കടപ്പാടും കൊണ്ടാണ്. ശരി സാർ, ഞാൻ ഇറങ്ങട്ടെ. ഹലോ, ഹോട്ടൽ പ്രസിഡന്റ് അല്ലേ? പ്രോപ്പറേറ്റർ എന്ന് വേണമല്ലോ. ഞാനാ ഭാർഗവൻ. സമരം ചെയ്യും, വിജയം വരെയും സമരം ചെയ്യും. Thank you.